വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് തുളസി ദേവി ചരിത്രത്തെക്കുറിച്ചാണ്. പണ്ട് ധർമ്മധ്വജൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നീതിനിഷ്ഠയോടെ ഭരണം നടത്തി കഴിഞ്ഞു പോന്നു. അദ്ദേഹത്തിൻ്റെ ധർമ്മഭക്തി മാധവി സദ്ഗുണസമ്പന്നയും മൃദുഭാഷിയും സൗന്ദര്യത്തിടമ്പുമായിരുന്നു. രാജാദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതം രതിമന്മഥന്മാരെ പോലെ കഴിച്ചിരുന്നു. ഉല്ലാസത്തോടെ കാലം കഴിച്ചു വരവേ ഈശ്വര കടാക്ഷത്താൽ ഒരു മാധവമാസത്തിൽ മാധവി ഗർഭിണിയായി. കാലം മുന്നോട്ട് ഗമിക്കവേ കാർത്തിക മാസത്തിൽ വെള്ളിയാഴ്ചയും പൗർണമിയും ചേർന്ന ദിവസം ശുഭലഗ്നത്തിൽ ആ സ്വാതിമണി ഒരു പെൺശിശുവിന് ജന്മമേകി. ഭൂമിയിലെ സൗന്ദര്യം മുഴുവൻ ആകാരം പൂണ്ട പോലെ ആ ശിശു അത്ര സുന്ദരിയായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ശിശു പിറന്ന ഉടനെ തന്നെ യൗവനയുക്തയായ സുന്ദര തരുണിയുടെ ആകാരത്തിൽ കണ്ണിനമൃത് പൊഴിക്കുന്ന രൂപത്തിലായി തീർന്നു. ഈ പ്രായപരിവർത്തനം കണ്ട് ആ കുട്ടി ഏതോ ഒരു ദിവ്യ അവതാരമാണെന്ന് തോന്നി. കാണുന്നവർ അത്ഭുതം കൂറി. നാട്ടിൽ നടക്കാത്തൊരു സംഭവമല്ലേ ഇത്? ദമ്പതികൾ ആചാര്യനെ വിവരം ധരിപ്പിച്ചു. ആചാര്യൻ്റെ ഉപദേശാനുസരണം ധർമ്മധ്വജൻ മകൾക്ക് തുളസി എന്ന് നാമകരണം ചെയ്തു. ഈ തുളസി സരസ്വതിയുടെ ശാപഗ്രസ്തയായ ലക്ഷ്മി ദേവിയായിരുന്നു. തുളസി അധികകാലം പിതൃഗ്രഹത്തിൽ വാത്സല്യം നുകർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. നേരത്തെ മുതൽ ലൗകികത്തിലുള്ള ആഗ്രഹമില്ലായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് തുളസി സകലവിധ ലൗകിക സുഖങ്ങളും വെടിഞ്ഞ് തപസ്സിന് പോയി. ആരു തടഞ്ഞിട്ടും ഒരു പ്രയോജനവുമുണ്ടായില്ല. നേരെ ബദരിയാശ്രമത്തിലെത്തി ശ്രീനാരായണൻ്റെ കാമിനിയായി തീരണമെന്ന ഉദ്ദേശത്തിൽ തപസ് തുടങ്ങി. മഞ്ഞും മഴയും കാറ്റും വെയിലുമൊന്നും തുളസിക്ക് തപസ്സിന് വിഘ്നമല്ലായിരുന്നു. അവളുടെ ഹൃദയം മുഴുവൻ വിഷ്ണുവും വിഷ്ണുഭക്തിയുമായിരുന്നു. തുളസിയുടെ കഠിന തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു അരുളി ചെയ്തു, നിന്റെ മനോഗതം സഫലമാകും. അനന്തരം അവൾ കൊട്ടാരത്തിലേക്ക് മടങ്ങി. എങ്കിലും അവിടെ രാജോചിതമായ ആർഭാടങ്ങളിലും സുഖസൗകര്യങ്ങളിലും അവളുടെ മനസ്സ് എത്തി നോക്കിയില്ല. ഒരു താപസിനിയെ പോലെ കാലം കഴിച്ചു വന്നു. അങ്ങനെയിരിക്കെ ധർമ്മധ്വജൻ തൻ്റെ മകൾക്കനുരൂപനായ ഒരു രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആലോചനയായി. അവളുടെ മനസ്സിൽ കോളിളക്കം സൃഷ്ടിച്ചു. മനസ്സ് മുഴുവൻ നാരായണൻ നിറഞ്ഞു നിൽക്കവേ മറ്റൊരു പുരുഷനെ പാണിഗ്രഹണം ചെയ്യുകയോ അത് വയ്യ. മാതാപിതാക്കളുടെ ആജ്ഞ അനുസരിക്കാതിരിക്കാനും വയ്യ. പിതൃനിഷേധം എന്ന് പറഞ്ഞാൽ അത് തരുണീമണികൾക്ക് ഭൂഷണമല്ല. അതിനാൽ അവൾ വീണ്ടും തപസ്സിനു തന്നെ തീരുമാനിച്ചു. ഗൃഹം വിട്ടുപോയി ബദരാശ്രമത്തിലെത്തി. ആ കാലഘട്ടത്തിൽ ശംഖചൂഡൻ എന്ന യുവാവ് ഒരു യോഗീവര്യൻ്റെ നിർദ്ദേശപ്രകാരം പുഷ്കരത്ത് ചെന്ന് തപസ് ചെയ്ത് കമലാസനിൽ നിന്നും വരം വാങ്ങി സന്തുഷ്ടചിത്തനായി ബദര്യാശ്രമത്തിലെത്തിയിരുന്നു. അത് ശംഖചൂഡനും
തുളസിയും പരസ്പരം കാണുന്നതിന് സാഹചര്യമായി. രണ്ടുപേർക്കും അന്യോന്യം അനുരാഗമുദിച്ചു. നയനങ്ങൾ കൂട്ടിമുട്ടി. പ്രണയാഗ്നി കത്തിയുയർന്ന് കാമപീഡിതയായ അവൾ അവനിൽ നാരായണനെ കണ്ടു. പരസ്പരം കണ്ണുകൾ കഥ പറഞ്ഞു. വാക്കുകൾ മൗനം പാലിച്ചു. ശംഖചൂഡൻ സാവധാനം ആനന്ദമുഖിയായ സുന്ദരഗാത്രിയായ യുവതിയുടെ സമീപമെത്തി മന്ദമായി ചോദിച്ചു, ഭവതി ആരാണ്? ഈ തുളുമ്പി നിൽക്കുന്ന യൗവനത്തെ തപതീയിൽ എരിച്ചു കളയാനുള്ള കാരണമെന്താണ്? ഭോഗാസക്തി ഈ ഇളം പ്രായത്തിൽ എന്തിനു വെടിയുന്നു? സുന്ദരി, ഇത് ധർമ്മമോ? തുളസി, മഹാരാജ ധർമ്മധ്വജൻ്റെ പുത്രിയാണ് ഞാൻ. പേര് തുളസി. പുണ്യപുരുഷനും പുരുഷോത്തമനുമായ ശ്രീകൃഷ്ണദേവനെ വരനായി ലഭിക്കാൻ തപസ് ചെയ്തു. അതിനു തക്ക ഭാഗ്യം ഈയുള്ളവൾക്കില്ലെന്ന് മനസ്സിലായി. അങ്ങ് ആരാണ്? ആകട്ടെ, ഈ യൗവനം തുളുമ്പുന്ന ഈ പ്രായത്തിൽ അങ്ങ് എന്തിനീ തപസ്സിന് വന്നു? യുവാവ്, ശരി, പറയാം. നല്ല കുലത്തിൽ പിറന്ന നല്ലാർമണികളോട് നല്ല കുലത്തിൽ ജനിച്ച പുരുഷന് സംസാരിക്കാമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭവതിയോട് പറയാം കാര്യം. ഞാൻ ആരെന്നല്ലേ? ഞാനാണ് ശംഖചൂഡൻ എന്ന ത്രൈലോക്യാധിപതി, ത്രൈലോക്യ വിശ്രുതനും വീരശൂരപരാക്രമിയുമായ രാജാധിരാജൻ. കഴിഞ്ഞ മന്വന്തരത്തിൽ ഞാൻ ശ്രീകൃഷ്ണൻ്റെ ഇഷ്ടതോഴനായിരുന്നു. അതിനാൽ ശ്രീകൃഷ്ണഭക്തയായ ഭവതിയോട് എനിക്കിഷ്ടമാണ്. എനിക്ക് ഭവതി ബന്ധുവുമാണ്. കൃഷ്ണഭക്തർക്ക് കൃഷ്ണഭക്തർ ബന്ധുക്കളും സ്വന്തവുമാണ്. നാം രണ്ടുപേരും കൃഷ്ണൻ്റെ ഭക്തർ. കൃഷ്ണഭഗവാൻ എൻ്റെ ഉറ്റ തോഴനായിരുന്നല്ലോ. അദ്ദേഹം അന്ന് സ്നേഹവാത്സല്യത്താൽ എൻ്റെ സ്നേഹം അംഗീകരിച്ചിരുന്നു. എന്നെ തോളിലേറ്റി നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹത്തിൽ അസൂയ പൂണ്ട രാധികാദേവി അഥവാ കൃഷ്ണൻ്റെ പ്രാണപ്രണയിനി, അവരുടെ ശാപത്താൽ ഞാനൊരു ഗന്ധർവനായി ഇപ്പോൾ ജനിക്കാനിടയായി. കൃഷ്ണഭക്തിയുടെ പ്രഭാവത്താൽ ഈ ജന്മം കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മയുണ്ടായിരിക്കുന്നു. കൃഷ്ണപരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തപസിദ്ധി കൈവരിച്ച് അജയനായി തീരുകയും ത്രൈലോക്യാധിപത്യം നേടി രാജേന്ദ്രനായി വാഴുകയുമാണ്. ഭവതിക്ക് സീത, സാവിത്രി, അനുസൂയ തുടങ്ങിയുള്ള പുണ്യവതികളെ പോലെയുള്ള പാവനത്വം ഞാൻ ദർശിക്കുന്നു. ഭവതിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഗന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കാൻ തയ്യാറാണ്. തുളസി, സമ്മതം തന്നെ. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രണ്ടു മിത്രങ്ങൾ ഭക്തർ നമ്മൾ ഒന്നിക്കുന്നതിൽ അദ്ദേഹത്തിന് സമ്മതമായിരിക്കുമെന്ന് വേണം കരുതാൻ. ശ്രീകൃഷ്ണനെ സാക്ഷി നിർത്തി അദ്ദേഹത്തിൻ്റെ പ്രിയതോഴനെ ഞാൻ വരിക്കുന്നു. ഇത് കേട്ട ശംഖചൂഡൻ സന്തുഷ്ടനായി പറഞ്ഞു, നാം രണ്ടുപേരും തപസ്സിനായി ഇവിടെ വന്നു കണ്ടുമുട്ടി. എനിക്ക് തപസ്സിൻ്റെ ഫലമായി ഭവതിയെയും ഭവതിക്ക് തപസ്സിൻ്റെ ഫലമായി എന്നെയും ലഭിച്ചു. ഇത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛയല്ലേ നടക്കുകയുള്ളൂ. അതു നടന്നു. ഈ സമയം ആകാശം തെളിഞ്ഞു. വിഹായസിൽ നിന്നും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, തുളസി, ശംഖചൂഡ, നിങ്ങൾ ഇരുവരും ലക്ഷ്മി വിഷ്ണുവിനെ പോലെയാണ്.
ഉമാമഹേശ്വരന്മാരെ പോലെയും ചിരകാലം സുഖിച്ചു വാഴുവിൻ. സർവവിധ സുഖഭോഗങ്ങളും അനുഭവിച്ച് അന്ത്യകാലത്ത് തുളസി ലക്ഷ്മീദേവിയിൽ ചേർന്നുകൊള്ളുക. ശംഖചൂഡ ഭവാൻ ഒടുവിൽ വിഷ്ണുദേവനിൽ ചേർന്നുകൊള്ളുക. ശംഖചൂഡൻ വിദ്യാവണ്ണം തുളസിയെ പാണിഗ്രഹം ചെയ്തു. മുൻജന്മമെല്ലാം മറന്ന് ഈ ജന്മത്തിലെ കാര്യങ്ങളിൽ ലയിച്ച് സുഖലോലുപരായി ജീവിതം പങ്കിട്ട് കഴിഞ്ഞു തുടങ്ങി. അമരാധിപസ്ഥാനം വഹിച്ചിരുന്ന ശംഖചൂഡൻ്റെ ഭാര്യാസ്ഥാനം വഹിച്ച് തുളസീദേവി ഇന്ദ്രാണിയെപ്പോലെ വിലസിയിരുന്നു. കാലം മുന്നോട്ട് നീങ്ങി. ദേവന്മാർ അസ്വസ്ഥരായിത്തീർന്നു. ത്രൈലോക്യാധിപതിയും ഭക്തപ്രവരനും ബലവീര പരാക്രമിയുമായ ശംഖചൂഡനു തുളസീദേവി ശക്തി പകർന്നുകൊണ്ടിരുന്നു. പതിവ്രതാനാരി പുരുഷൻ്റെ മഹാശക്തിയാണ്, പരമഭാഗ്യമാണ്. അതാണ് ശംഖചൂഡനും സംഭവിച്ചത്. അദ്ദേഹത്തെ കീഴടക്കാൻ ഒരു ദേവനെന്നല്ല ഇന്ദ്രന് പോലും അസാധ്യമായി തീർന്നു. തങ്ങളുടെ ദുർഗതിയോർത്ത് വിലപിക്കുക മാത്രമേ ദേവന്മാർക്ക് തൽക്കാലകരണീയമായിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ തമ്മിൽ പറഞ്ഞു, ഇങ്ങനെ എത്ര കാലം നമ്മൾ ജീവിക്കും? ഇതിനൊരു പോംവഴി കാണുക തന്നെ വേണം. ഇന്ദ്രാദിദേവകൾ ബ്രഹ്മർഷി പ്രമുഖരോടൊപ്പം തങ്ങളുടെ ദയനീയാവസ്ഥ ബ്രഹ്മദേവനോട് ഉണർത്തിച്ചു. ബ്രഹ്മദേവൻ അരുളി ചെയ്തു, ശംഖചൂഡൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ ഒന്നും ചെയ്യാനാകില്ല. അവൻ അജയ്യനും തപസിദ്ധിയുള്ളവനും ഭക്തനുമാണ്. നമുക്ക് വിഷ്ണുദേവനെ കാര്യമറിയിക്കാം. അദ്ദേഹമല്ലേ വിശ്വപാലകൻ. നിങ്ങളുടെ സങ്കടം തീർക്കാതിരിക്കുമോ? ഞാനും വരാം. എല്ലാവരും കൂടി പുറപ്പെട്ടു. വൈകുണ്ഠപതിയെ ദർശിച്ച് സ്തുതിച്ചു. ബ്രഹ്മാദി ദേവഗണങ്ങളുടെ സ്തുതിഗീതങ്ങളിൽ പ്രസന്നനായ വിഷ്ണുദേവൻ പറഞ്ഞു, എല്ലാവരും കൂടെ നമ്മെ കാണാൻ വന്നതിന് പിറകിൽ എന്താ കാര്യം? നാഗാധിപൻ പറഞ്ഞു, ഭഗവാനെ, വൈകുണ്ഠപതേ, പത്മനാഭ, വിശ്വപാലക, അവിടെ നിന്നെല്ലാം അറിയുന്നവനല്ലേ. ശംഖചൂഡൻ വളരെ കാലമായി നാഗലോകത്തിൻ്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. ഒരു തരത്തിലും അവനിൽ നിന്നും നാഗലോകത്തെ രക്ഷിക്കാനാവുന്നില്ല. വിണ്ണവരും നാഗലോകവും രക്ഷപ്പെടൂ. അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. രക്ഷിക്കണം. വിണ്ണവരുടെ അതിദയനീയമായ നിവേദനം ശ്രവിച്ച കരുണാമൂർത്തി കമലാവല്ലഭൻ അരുളി ചെയ്തു, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കും ഖേദമില്ലാതില്ല. പക്ഷേ ഉടനെ ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾ അല്പം സാവകാശം തരണം. ശംഖചൂഡൻ എൻ്റെ പരമഭക്തനാണ്. ഭക്തനെ ഒരു കാരണവുമില്ലാതെ കൊല്ലുന്നത് ഭഗവാന് ധർമ്മമല്ല. അവൻ മുൻജന്മത്തിൽ എൻ്റെ തോഴനും സഖാവും ഭക്തനുമായ സുദാമാവാണ്. നിഷ്കാമഭക്തി മൂലം അവൻ്റെ മനസ്സ് എപ്പോഴും എന്നിൽ ലയിച്ചിരുന്നു. അവനിൽ അതിനാൽ വിഷ്ണുവംശവുമുണ്ട്. അവൻ ഈ ജന്മവും തപസ് മൂലം ശക്തി നേടി വരബലവും കായബലവും അവനെ ശക്തനാക്കി. പിന്നെ വിധാതാവിൽ നിന്ന് അവൻ ഒരു വരം കൂടി നേടിയിട്ടുണ്ട്. അവൻ്റെ പത്നിയായ തുളസിക്ക് പാതിവൃത്യഭംഗം വന്നാൽ മാത്രമേ അവൻ യുദ്ധക്കളത്തിൽ മരണം സംഭവിക്കൂ. തുളസീദേവിയാണെങ്കിൽ ലക്ഷ്മീദേവിയുടെ അംശാവതാരമാണ്.
ആ തുളസിക്ക് എങ്ങനെ പാതിവൃദ്ധ ഭംഗം വരുത്തും? അതിനാൽ നിങ്ങൾ അതിനെ ശിവശങ്കരനെ തന്നെ അഭയം തേടണം. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനാകും എന്ന് പറഞ്ഞ് ദേവൻ തൻ്റെ ത്രിശൂലവും കൊടുത്ത് യാത്രയാക്കി. ബ്രഹ്മദേവൻ വിഷ്ണുദേവനിൽ നിന്നും ആ ത്രിശൂലമേന്തി ദേവകളോടൊപ്പം കൈലാസത്തിലെത്തി. കൈലാസനാഥനെ താണുവണങ്ങി ബ്രഹ്മാദികൾ വൈകുണ്ഠപതിയുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചു. ശംഖചൂഡനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിവേദിക്കുന്നതിനും മറന്നില്ല. എല്ലാം അറിഞ്ഞ സർവശക്തനായ പരമേശ്വരൻ ചിത്രരഥൻ എന്ന ഗന്ധർവനെ വരുത്തി കൽപ്പിച്ചു, ഹേ ചിത്രരഥ, നീ ഉടനെ തന്നെ ശംഖചൂഡനെ ചെന്ന് കണ്ട് ഞാൻ പറയുന്ന കാര്യം അറിയിക്കണം. ദേവകളിൽ നിന്നും പിടിച്ചെടുത്ത സകലതും അവർക്ക് നിരുപാധികം തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക. സമരമെങ്കിൽ ഞാനും ഈ ത്രിശൂലവുമായി സമരാങ്കണത്തിൽ ഉണ്ടായിരിക്കും. ചിത്രരഥൻ വിശ്വനാഥൻ്റെ സന്ദേശവും വഹിച്ചുകൊണ്ട് ശംഖചൂഡൻ്റെ സവിധത്തിലെത്തി ചന്ദ്രചൂഡനെ സന്ദേശമറിയിച്ചു. ശംഖചൂഡൻ പറഞ്ഞു, ശരി, നാളെ യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടാം. പിറ്റേ ദിവസം ദേവാസുരന്മാരെ പോലെ ശംഖചൂഡനും സൈന്യവും ഒരു പക്ഷത്തും ദേവസൈന്യം മറുപക്ഷത്ത് യുദ്ധമാരംഭിച്ചു. ദേവന്മാരോടൊപ്പം പരമശിവനും ഭൂതഗണങ്ങളും സ്കന്ദൻ, ഭദ്രകാളി തുടങ്ങിയവരും സങ്കരത്തിനെത്തിയിരുന്നു. ശംഖചൂഡനും ദേവകളും തമ്മിൽ നടന്ന യുദ്ധം അതിഘോരമായിരുന്നു, അവർണ്ണനീയമായിരുന്നു. ഭദ്രകാളിയും വീരഭദ്രനും സ്കന്ദനും മഹാകാളി തുടങ്ങിയ മുൻനിര സൈന്യം ഭർഗൻ്റെ നേതൃത്വത്തിൽ മുന്നേറി. ദിവ്യാസ്ത്രങ്ങളുടെ അതിവർഷമായിരുന്നു പിന്നീട് നടന്നത്. ഭദ്രകാളി ശത്രുസൈന്യത്തെ തീയിൽ ഇയാമ്പാറ്റയെ പോലെ എന്ന പോലെ ചുട്ടുകരിച്ചു. ഇരുപക്ഷത്തും യുദ്ധം ഭയങ്കരമായി തീർന്നു. യുദ്ധത്തിൽ ശംഖചൂഡനെ വീഴ്ത്താൻ ഭദ്രകാളിക്ക് പോലുമായില്ല. ഇടയ്ക്ക് കൈലാസനാഥൻ അരുളി, ശംഖചൂഡ, നിന്നോട് യുദ്ധം ചെയ്യണമെന്നോ നിന്നെ കൊല്ലണമെന്നോ ആർക്കും അഭിപ്രായമില്ല. ദേവകളുടെ രാജ്യം തിരിച്ചു കൊടുക്കുക, അത് മതി. യുദ്ധം മതിയാക്കാം, ഞങ്ങൾ പിൻവാങ്ങി പോയിക്കൊള്ളാം. ശംഖചൂഡൻ, ഭഗവാനെ, ശിവഭഗവാനെ, കൈലാസനാഥ, ലോകനാഥ, അങ്ങെന്ത് ഈ ദേവപക്ഷം പിടിക്കുന്നു? അങ്ങ് നിഷ്പക്ഷനായി നിൽക്കുകയല്ലേ വേണ്ടത്? ഞാൻ അങ്ങയോട് എന്തപരാധമാണ് ചെയ്തത്? ഇന്ദ്രൻ അങ്ങയ്ക്ക് എന്ത് ഗുണം ചെയ്തു? ശിവൻ, ധർമ്മരക്ഷയ്ക്ക് ചിലപ്പോൾ അധർമ്മം തന്നെ ധർമ്മമായി തീരാം. നീ ദേവകളോട് അധർമ്മമല്ലേ കാട്ടിയത്? ധർമ്മം രക്ഷപ്പെടണം. ശംഖചൂഡൻ, ധർമ്മത്തെ ധർമ്മം കൊണ്ട് രക്ഷിക്കണം, അതാണ് നീതി. തുടരും. ഇതിൻ്റെ ബാക്കി ഭാഗം തുടർന്ന് കേൾക്കാവുന്നതാണ്.